ഹലോ നമസ്കാരം. ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എർത്ത് കോപ്പർ സോൾഡറിങ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മൾ പല രീതിയിൽ സോൾഡർ ചെയ്യാറുണ്ട്. സോക്കറ്റുകൾ, ക്രിമ്പിംഗ് സോക്കറ്റുകൾ വെച്ചിട്ട് എർത്ത് കോപ്പർ 8-ൻ്റെ കോപ്പറായാലും 10-ൻ്റെ കോപ്പറായാലും ഒക്കെ നമ്മൾ ക്രിമ്പിംഗ് ചെയ്യാറുണ്ട്, സോൾഡറിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബനാന സോക്കറ്റുകൾ, പല സോക്കറ്റുകളും നമ്മൾ ക്രിമ്പിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ ക്രിമ്പിംഗ് ചെയ്യുന്ന രീതി എല്ലാവരും അറിയായിരിക്കും. പക്ഷെ എന്നാലും ഒരുപാട് നമ്മളെ ഇടയിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്ന് കണ്ട് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ നിന്ന് ഞാൻ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർന്ന് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ക്രിമ്പിംഗ് ടൂളും ക്രിമ്പിംഗ് സോക്കറ്റുകൾ, അതുമാതിരി ക്ലാമ്പുകൾ, ഇതൊക്കെ കൂടി നമ്മൾ മൊത്തം കറക്റ്റ് സ്പെയറായിട്ട് എടുത്തിട്ട് പോവില്ല. ഇതുമാതിരി ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സൈറ്റിൽ വെച്ചിട്ട് ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുക ചെയ്യുക. അതിലെല്ലാ സോക്കറ്റുകളും ഉണ്ടാവും. അലുമിനിയം ക്രിമ്പിംഗ് സോക്കറ്റ്, കോപ്പർ ക്രിമ്പിംഗ് സോക്കറ്റ്, എല്ലാ ക്രിമ്പിംഗ് സോക്കറ്റുകളും ഉണ്ടാവും. നമുക്ക് വേണ്ടിയത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ലെഡാണ്. ഈ ലെഡിൻ്റെ ഈ സോൾഡറിങ് ലെഡ് ഇതല്ലാത്ത റോളല്ലാത്ത നമുക്കിതുപോലുള്ള സ്റ്റിക്കുകൾ മേടിക്കാൻ കിട്ടും. ഒരുപക്ഷെ ബാറ്ററിയൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന കടകളിലൊക്കെ പോയാൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്ന മെത്തേഡ്. ഇങ്ങനെയാണ് ഇത് ഒരു സ്റ്റിക്ക് മാതിരി ആക്കും. അതിനുശേഷമാണ് ഈ കോപ്പറിൽ നമ്മൾ സോൾഡറിങ് ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ് ചെയ്യുന്ന രീതി നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്ലോ ലാമ്പ്, ഇതുപോലുള്ള ഒരു ലാമ്പ് വേണം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, മാർക്കറ്റിൽ വിലയും വളരെ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ലൈറ്ററോട് കൂടിയിട്ടുള്ള ഒരു ലാമ്പാണ്. ഇതാണ് ഗ്യാസ്. ഇത് ഏകദേശം 140-150 രൂപയാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോക്ക് കാണാം. കറക്റ്റ് ഈ ലോക്കിലിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ആദ്യം ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാസൊക്കെ പോകും. ഇനി നമ്മൾ ഇത് ഓണാക്കിയതിന് ശേഷം ഇവിടെയാണ് ഇതിൻ്റെ ട്രിഗർ, ഈ ലൈറ്റർ ഓണാക്കുന്നത്. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ശേഷം അങ്ങനെയാണ് ഇത് ഓണാക്കുന്നത്. ശേഷം നമുക്ക് ഹീറ്റ് കൂട്ടാം. അത് എത്ര വേണമെങ്കിലും ഹീറ്റ് കൂട്ടാം. ഈ ട്രിഗർ പിടിക്കണമെന്നില്ല, അത് വിട്ടാൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണിപ്പോൾ നമ്മളെ 8-ൻ്റെ കോപ്പറാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കോപ്പർ ശരിക്കും നമ്മൾ ഈ ക്രിമ്പിംഗ് സോക്കറ്റ്, 8-ൻ്റെ ഒരു ക്രിമ്പിംഗ് സോക്കറ്റ് എടുത്ത് ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് കൂടുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കണം. നമ്മളിതിങ്ങനെ നല്ല ഹീറ്റാക്കുകയാണ് ചെയ്യുക. ഇത് ഹീറ്റാക്കിയതിന് ശേഷം നമ്മൾ ഈ ലെഡ് എടുത്തിട്ട് ശരിക്കും ഇതിനോട് പിടിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ലെഡ് ഇതിൽ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ലെഡ് അതിൽ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ലെഡിൻ്റെ മേലെ വന്ന ആ ചെളികളൊക്കെയാണത്. അപ്പോൾ ഇനിയാണ് നമ്മൾ സോൾഡറിങ് ചെയ്യാൻ കറക്റ്റ് നമ്മൾ ഇതിലേക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും കൂടി നല്ല കോപ്പർ നല്ലോണം ഒന്ന് ഹീറ്റാക്കുക. വേണമെങ്കിൽ ഹീറ്റാക്കിയാൽ മതി, അല്ലെങ്കിൽ കോപ്പറിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ആ ക്ലാവൊക്കെ ഒന്ന് കളയുക.
ഇതാണ് മെത്തേഡ്. നല്ല ചൂടുണ്ടാവും, അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ കറക്റ്റ് നമ്മൾ ഈ ലെഡിൻ്റെ ഉള്ളിലേക്ക് കോപ്പർ ശരിക്ക് നമ്മൾ ആ ലൂസായ ലെഡിലേക്ക് ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ലാവ് പിടിക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ടുള്ള എർത്ത് കിട്ടാതായ ഒന്നും ആവില്ല. കാരണം നമ്മൾ ഇതുപോലുള്ള കുറേ നമ്മൾ ചെയ്തതാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേറെ ഓരോന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ക്രിമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ അത്രയും ടൈറ്റിൽ ക്രിമ്പ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ 2 ഇളക്കൽ ഇളക്കിയപ്പോൾ ഇത് പോന്നു. അപ്പോൾ ഇതിൻ്റെ ക്രിമ്പിങ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ കണ്ടോ, അവിടെ ഒരു കുഴിയായിട്ട് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു സോക്കറ്റ് കൂടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിമ്പ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിങ്ങനെ കയറ്റിയിട്ടു, ഒരു പുതിയ സോക്കറ്റാണ് നമ്മളിവിടെ വെച്ചു. ഒരുപാട് ക്രിമ്പിങ് ടൂളുകളുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൂളുണ്ട്. അപ്പോൾ ഇതിലും ഹെവി ആയിട്ടുള്ള ടൂളുകളുണ്ട്, ലൈറ്റായിട്ടുള്ള ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു 15 വരെ നമുക്ക് പിടിക്കാൻ പറ്റിയ ഒരു ടൂളാണ് ഈ ടൂള്. കറക്റ്റ് ഇവിടെ വെച്ച് നമ്മൾ ക്രിമ്പ് ചെയ്ത് ഇതാണ് ഇപ്പോൾ ക്രിമ്പിങ്. ഇത് ശരിക്കും ഇതിൽ ക്രിമ്പ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. പക്ഷേ ഇത് ലൂസാണ്. ഇത് നമുക്ക് കൈ കൊണ്ട് 4 തിരിച്ചാൽ ഇത് പോരും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ക്രിമ്പിങ്ങിൽ കറക്റ്റ് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. പക്ഷേ ഇത് ഒരിക്കലും ഇങ്ങനെ നിൽക്കില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടെ സോൾഡർ ചെയ്യുക. അപ്പോൾ അതും താൽക്കാലികമായിട്ടുള്ള സോൾഡറിങ് ആണ്, പ്രോപ്പറായിട്ടുള്ള സോൾഡറിങ് അല്ല. അപ്പോൾ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ലെഡ് ഉരുകി ഒലിച്ചിട്ട് ഈ ലെഡിലേക്ക് നമ്മൾ ഈ കോപ്പർ കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോൾ നമുക്കൊരിക്കലും ഈ സാധനം നമുക്ക് പറിച്ചെടുക്കാനോ ലൂസാക്കി എടുക്കാനോ കഴിയില്ല. ഇത് മുറിഞ്ഞു പോരുക എന്നല്ലാതെ നമ്മളെ ഈ സോക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ ലാമ്പ് വെച്ചിട്ട് ഇത് നമ്മൾ ഉരുക്കിയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ്. എർത്തിനൊക്കെ നമ്മൾ കോപ്പർ ക്രിമ്പിങ് ചെയ്യുമ്പോൾ 8ൻ്റെ കോപ്പറായാലും 6ൻ്റെ കോപ്പറായാലും ഒക്കെ ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്. ഈ ലൈറ്ററും ഈ ഗ്യാസുമാണ്. ഒരു നിസ്സാര പൈസയുള്ളൂ, ഏകദേശം ഒരു 450-500 രൂപയിൽ തീരുന്ന ഒരു കേസ് കെട്ടാണ്. പിന്നെ നമുക്ക് സോക്കറ്റുകൾ, കോപ്പറിൻ്റെ സോക്കറ്റുകളൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കോപ്പർ സ്റ്റിക്ക് കിട്ടാത്തവർ ഇത് മതി. ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതൊരു 4-5 മേടിക്കുക. ഇത് തൂക്കത്തിനാണ് വില. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന മാതിരി ഇതുപോലുള്ള ഓരോരോ പിരിച്ച് ഇത് സ്റ്റിക്കുകളാക്കിയാൽ മതി. സ്റ്റിക്കുകളാക്കിയിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് എന്തായാലും ഒരു സഹായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ശരിക്കും ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് നോക്കണ്ട, നമുക്കിങ്ങനെ പ്രോപ്പറായിട്ട് അവർ പിടിച്ച് തന്നു കഴിഞ്ഞാൽ ഇത് നല്ലോണം ഹീറ്റാക്കുക. ഇത് ഹീറ്റാക്കി കഴിഞ്ഞാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഇത് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ തന്നെ ഇതിനുള്ളിലേക്ക് ഇതിങ്ങനെ ഉരുകിയിട്ട് കംപ്ലീറ്റ് ഉരുകി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 3/4 ഭാഗം നമ്മൾ ഉരുക്കി ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ കോപ്പർ കുത്തുമ്പോൾ അത് ഫില്ലായിട്ട് പുറത്തേക്ക് വരും, കറക്റ്റ് തിക്കായിട്ട് അത് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ കറക്റ്റ് എർത്തിങ്ങൊക്കെ നല്ല പക്ക കറക്റ്റായിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി ഒക്കെ കിട്ടും. ഇതുപോലെ നമുക്ക് ക്ലാവ് പിടിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിപ്പോൾ നമ്മളൊരു ക്രിമ്പ് ചെയ്തതാണ് ഭാഗമാണ്, പക്ഷെ അവിടെ നിന്ന് ഇത് പിരിച്ച് ഊരിയെടുത്താണ്.
അപ്പോൾ ഇതേമാതിരി ഈ കോപ്പറിന് ഉള്ള ഒരു സ്വഭാവമാണ് ഈ ക്ലാവ് പിടിക്കുന്നത്. അപ്പോൾ ഈ ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ക്രിമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എർത്തിൻ്റെ ഒരു റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഓംസ് ഒരു 1 മുതൽ 3 വരെയുള്ള ഒരു വോൾട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പക്കയായിട്ട് കറക്റ്റായിട്ട് ഇത് ക്രിമ്പിങ് കുടുങ്ങുന്നതിൻ്റെ അതേപോലെ തന്നെ അതിനെക്കാട്ടിയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈ ലെഡ് ഉരുക്കി ഒഴിക്കുന്നതിലൂടെ എർത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.